കേരളക്കരയിലെ പ്രഗത്ഭനായ യുവ പണ്ഡിതൻ ഉസ്താദ് റഹ്മത്തുള്ള കാസ്മി ഡയറക്ടറായിക്കൊണ്ടാണ് ഖുർആൻ സ്റ്റഡി സെൻ്ററിൻ്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ആദ്യമായി കോഴിക്കോട് ഇസ്ലാമിക് സെൻറ്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ക്ലാസ് ആരംഭിക്കുകയും തുടർന്ന് നമ്മുടെ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഏകദേശം 100ഓളം വരുന്ന സെൻറ്ററുകളിലായിക്കൊണ്ട് 1,00,000-ലധികം വരുന്ന പഠിതാക്കൾ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ഖുർആൻ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കേവലം കുട്ടികൾ പഠിക്കുന്ന ഒരു സംവിധാനമല്ല, മറിച്ചുകൊണ്ട് അതിനപ്പുറം പ്രായമായവരും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ വിശാലമായ ഒരു വിദ്യാർത്ഥി സമൂഹം ഖുർആൻ സ്റ്റഡി സെൻ്ററിൻ്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളക്കരയിലെ സമീപകാലത്ത് കണ്ട ഏറ്റവും പ്രഗത്ഭനായ കഴിവുള്ള പണ്ഡിതൻ ചെറുപ്പക്കാരനായ ഉസ്താദ് റഹ്മത്തുള്ള കാസ്മിയുടെ ആ നേതൃത്വം ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയ നേട്ടവും പുരോഗതിയും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ആദരണീയനായ മുഖ്യാതിഥി ജനാബ് ഹഫ്സുദ്ദീൻ ഉവൈസി സാഹിബ് അവർകളെ, ബഹുമാനപ്പെട്ട ഫാദർ വിൻസെൻ്റ് അറക്കൽ, ബഹുമാനപ്പെട്ട ശ്രീ PS ശ്രീധരൻ പിള്ള, സമാദരണീയനായ ഉസ്താദ് റഹ്മത്തുള്ള കാസ്മി അവർകളെ, വേദിയിൽ ഉപവിഷ്ടരായ സമാദരണീയരായ ഉലമാക്കളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള നാട്ടുകാരെ, ഖുർആൻ സ്റ്റഡി സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ പരിശുദ്ധ റമദാനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന 9ാം വാർഷിക പ്രഭാഷണ വേദിയിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അടിസ്ഥാനമാക്കി സമൂഹത്തെ പഠിപ്പിക്കുവാനും പരിശുദ്ധ ഖുർആനിൻ്റെ ആഴത്തിലേക്ക് ജനസമൂഹത്തെ കൊണ്ടുപോയി ആത്മീയ ഉത്കർഷത നേടിയെടുക്കുവാനുള്ള മഹത്തായ സംരംഭമാണിത്. കേരളത്തിനകത്തും പുറത്തും ലക്ഷത്തിലേറെ പഠിതാക്കൾ ആദരണീയനായ ഉസ്താദ് കാസ്മി അവരുടെ ഈ സംരംഭത്തിൽ പങ്കാളികളാവുകയും വളരെ കൃതാർത്ഥരായിക്കൊണ്ട് അവരുടെ ജീവിതം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയിൽ അധിഷ്ഠിതമാക്കുകയും പരിശുദ്ധ ദീനിൻ്റെ മാതൃക വാക്താക്കളായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ വേദി मोहतरम उस्ताद व मौलाना रहमतुल्लाह कासमी साहब, फादर विंसेंट Arakkal, various dignitaries seated on the dais, political leaders of different political parties. I am very honored, and it is a great privilege that has been bestowed on me by Samasta Kerala Jamiat Ulama of having inviting me over here to deliver an inaugural address on the Quran studies. And this is a great and pious meeting wherein the teachings of Quran
the message of Quran will be delivered by Ustad Rahmatullah Khasmi and other important people. I only stand here for the time that has been allotted to me. In sharing the little bit knowledge I have, the topic that was given to me by Munir Sahab when he spoke to me that I should come here was on humanity. My dear brothers, if we read the Quran Kareem, the Quran Kareem contains 114 surahs and 1 ayah. ഒരു പ്രഭാഷണം നടത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജനാബ് ഉവൈസി വളരെ മനോഹരമായിട്ട് ഇന്നത്തെ ചർച്ചാ വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു, വളരെ ഗഹനമായിട്ടുള്ള വിധത്തിൽ. റഹ്മത്തുള്ള ഖാസ്മി അതിൻ്റെ ചൂട് വെച്ചാണ് ഇനി ഈ 10 ദിവസം മുന്നോട്ട് പോകാൻ പോകുന്നത് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. ഞാൻ ഖാസ്മിയെക്കുറിച്ച് പറയുമ്പോൾ 2002 ഞങ്ങൾ യൂറോപ്പിൽ വെച്ചൊരു ജേർണലിസ്റ്റുകളുടെ സെമിനാർ നടത്തി. അപ്പോൾ അന്ന് വളരെ പ്രഗത്ഭരായ ജേർണലിസ്റ്റുകളും സാഹിത്യകാരന്മാരും ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് യൂറി അൻവറി എന്ന് പറയുന്ന ഒരു ഇസ്രായേൽ ജേർണലിസ്റ്റ്, പലസ്തീനക്കാർക്ക് വേണ്ടി വാദിക്കുന്ന ഏറ്റവും വലിയ ജേർണലിസ്റ്റ്, ഓസ്ട്രേലിയക്കാരനായ ജോൺ പിൽജർ, ബ്രിട്ടീഷുകാരനായ റോബർട്ട് ഫിസ്ക്, ഇസ്രായേൽ നോവലിസ്റ്റുകളായ ആമോസ് ഓസ്, അബ്രഹാം, ഇതെല്ലാം സംഘടിപ്പിച്ചത് കാത്യ എന്ന് പറയുന്നൊരു ഇറ്റലിക്കാരിയായിരുന്നു. ഈ ഒരു സെമിനാർ അന്ന് യൂറി അൻവറി ഒരു കാര്യം അന്ന് സൂചിപ്പിച്ചു. ഫലസ്തീനക്കാർക്ക് സ്വാതന്ത്ര്യം പണ്ടേ കിട്ടുമായിരുന്നു, അവർക്കൊരു മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഖാസിമി റഹ്മത്തുള്ളയെ ഫലസ്തീനയൊക്കെ ലഹിച്ചു കഴിഞ്ഞത് 15 ദിവസം കൊണ്ട് മൂപ്പര് ഫലസ്തീനയ്ക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുക്കും. ഖാസിമിക്ക് ഞാൻ പറയുകയായിരുന്നു, ഈ തലച്ചോറിൽ നിന്നല്ല പുള്ളിയുടെ പ്രസംഗങ്ങളും സംഭാഷണങ്ങളൊക്കെ വരുന്നത്, മൂപ്പര് ചിന്തിക്കുന്നത് ഹൃദയം കൊണ്ടാണ്. ഈ ഹൃദയത്തിൽ നിന്ന് വരുന്ന, അത് പുള്ളിയുടെ പേര് തന്നെ റഹ്മത്തുള്ള, റഹീം, ദൈവം കാരുണ്യവാനാണ് എന്നുള്ള ആ പേര് വഹിക്കുന്ന ആളാണ് അദ്ദേഹം. ആ കാരുണ്യം കൊണ്ട് അദ്ദേഹത്തിന് ഈ 15 ദിവസം കൊണ്ട് ഫലസ്തീനക്കാർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ പറ്റും. കാശ്മീരുടെ ഉപ്പ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല, മൂപ്പരോട് ഇരിപ്പുണ്ട് സ്റ്റേജിൽ, ഫലസ്തീനയൊക്കെ ലയിക്കാനായിട്ട് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഖാസിമി റഹ്മത്തുള്ള നമ്മുടെ പബ്ലിക് പ്രോപ്പർട്ടിയാണ്, പൊതുമുതലാണ്. അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിന് എല്ലാ തരത്തിലുള്ള മംഗളങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും ശഫീഉൽ മുദ്നിബീൻ ഇമാമുൽ മുത്തഖീൻ റസൂലി റബ്ബിൽ ആലമീൻ وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ,
ബഹുമാനമുള്ള ഉമറാക്കളെ, സ്നേഹനിധികളായ